എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 100-ാം ഭാഗമാണ് ഞാനിന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അനുവും കിച്ചുവും ചെന്നൈയിലേക്ക് പുറപ്പെട്ടതിൻ്റെ തലേദിവസം സ്നേഹ ഹൈദരാബാദിന് പോയി. സ്നേഹയുടെ ഒപ്പം തന്നെ ജിനുവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിവരം അനുവിനല്ലാതെ കോൺവെൻറ്റിലെ മറ്റാർക്കും അറിയില്ലായിരുന്നു. അറിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോകാൻ അനുവദിക്കണമെന്നില്ല. ജിനു മുൻപും പലതവണ കടയിലെ ആവശ്യങ്ങൾക്കും മറ്റു പലതിനുമായി ഹൈദരാബാദിലേക്കും ആന്ധ്രയിലെ മറ്റ് ചില സ്ഥലങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം യാത്രാ പരിചയത്തിൻ്റേതായ യാതൊരു വിഷമതകളും അനുഭവിക്കേണ്ടി വരില്ല എന്ന കാര്യം തീർച്ചയാണ്. മാത്രവുമല്ല, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വളരെ അടുത്താണ് കമ്പനി. സ്ഥലം ജിനുവിനറിയാവുന്നതായതുകൊണ്ട് ഒരു വിഷമവുമില്ല. അനുവിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ സ്നേഹയുടെ കാര്യത്തിലും കോൺവെൻറ്റിൽ നിന്നും താമസത്തിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അവരുടെ കോൺവെൻറ്റിൽ എത്തിക്കോളും എന്നാണ് സ്നേഹ പറഞ്ഞിരിക്കുന്നത്. കാരണം ജിനുവിന് ആ കോൺവെൻറ്റ് അറിയാമായിരുന്നു. അവൻ അവളെ അവിടെ കൊണ്ടുവിട്ടതിന് ശേഷം മാത്രമേ അവൻ്റെ കൂട്ടുകാരൻ അവനായി ഒരുക്കിയ താമസ സ്ഥലത്തേക്ക് പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ സൗകര്യം പോലെ വേണ്ട സമയത്ത് വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് അവരുടെ കാര്യം ഓർത്ത് ഇനി വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അനുവിന് ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ കുറേയൊക്കെ വിഷമതകൾ ഉണ്ടായിരുന്നു. ആദ്യമേ യാത്ര ചെയ്യുന്നതിൻ്റെ വിഷമമായിരുന്നു കൂടുതൽ. പിന്നെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നതിൻ്റെയൊക്കെ രസമായി. എന്നാൽ ഷൊർണൂർ വിട്ടതിന് ശേഷം പിന്നെ കിച്ചു ഉറങ്ങുകയാണ് എന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ അനു ഉടക്കി, ഞാൻ ഉറങ്ങാതെ അവൻ അങ്ങനെ ഉറങ്ങിയാൽ ശരിയാവില്ല. ആദ്യം ഞാൻ, പിന്നെ അവൻ. അത് മതി. ഞാൻ ഉറങ്ങിയതിന് ശേഷം നീ ഉറങ്ങിയാൽ മതി എന്ന് അനു പറഞ്ഞു. അനു പറഞ്ഞാൽ കിച്ചുവിന് കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അവൻ തർക്കിക്കാൻ പോയില്ല. ഉടൻ സമ്മതിച്ചു. അവൾ ഉറങ്ങണമെങ്കിൽ കിച്ചു മിണ്ടാതെ ബെർത്തിൽ കിടക്കണം. അവന് കുറച്ച് സമയം മാത്രമേ നോക്കിക്കിടക്കേണ്ടി വന്നുള്ളൂ. അവൾ ആദ്യമേ തന്നെ ഉറങ്ങിയെന്ന വിവരം മനസ്സിലായതിന് ശേഷമാണ് അവൻ ഉറങ്ങാനായി കിടന്നത്. ഉറങ്ങുന്ന അനുവിനെ നോക്കിയപ്പോൾ കിച്ചു എന്തൊക്കെയോ വിചാരിച്ചു. പാവം, ഇക്കാലത്തിനിടെ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും അവളെ ദുഃഖിപ്പിക്കരുത്. ചെറിയ ചിരിയോടെ അവൻ്റെ ബെർത്തിന് നേരെ തിരിഞ്ഞാണ് അവളുടെ കിടപ്പ്. എന്തോ സ്വപ്നം കാണുകയാണെന്ന് തോന്നുന്നു. ഓർത്തെങ്കിൽ രാവിലെ ചോദിക്കാം. കാട്ട്പാടിയിലെത്തിയപ്പോൾ ആദ്യം ഉറക്കം തെളിഞ്ഞത് കിച്ചുവാണ്. കൈയും മുഖവും കഴുകി ഫ്രഷായി വന്നപ്പോഴേക്കും അനു എഴുന്നേറ്റ് കണ്ണും തിരുമ്മി ബെർത്തിലിരിപ്പുണ്ട്. നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ ഇതേതപ്പാ കോതമംഗലം എന്ന മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് എവിടെയാടാ? നേരം വെളുക്കാനായതാണോ? ഞാൻ ഇത്തിരി നേരം ഉറങ്ങിയെന്ന് തോന്നുന്നു. നീ എന്തിനാ ഉറങ്ങാതെ ഇങ്ങനെ നടക്കുന്നത്? കിച്ചു താഴത്തിറങ്ങിയപ്പോൾ സമയം നോക്കി. പിന്നെ ഒരാളോട് ചോദിക്കുകയും ചെയ്തു. ചെന്നൈയിലെത്താൻ 2 മണിക്കൂർ കൂടി വേണം എന്നയാൾ പറഞ്ഞു. നേരം വെളുക്കാനായതാടി. അവളുടെ ഒരു ഇച്ചിരി ഉറക്കം. എന്തുമാത്രം സ്ഥലം കഴിഞ്ഞു പോന്നു കാണും. ഞാനും അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ്. ഇനി ഉറങ്ങണ്ട, എഴുന്നേറ്റ് വന്നാൽ കാപ്പി കുടിക്കാം. പുറത്തുനിന്ന് പറയുന്നതാണെങ്കിൽ ഒന്നും തിരിയുന്നുമില്ല. ഇവർക്കെന്നാ മലയാളം പറഞ്ഞാൽ കുഴപ്പം എന്ന് അനു ചിന്തിക്കുന്നുണ്ടാകാം. മാത്രവുമല്ല, അവൾ നോക്കുമ്പോൾ കിച്ചുവിനെ കാണുന്നുമില്ല. എന്തായാലും ഇവിടെ തന്നെ ഇരിക്കാം. അവൻ പുറത്തേക്ക് നോക്കാൻ ഇറങ്ങിക്കാണും. അവൻ ഉറങ്ങിയോ ആവും. അവൻ്റെ ബാഗ് ബെർത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് അവൻ എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല എന്ന കണക്കിൽ അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവൻ വന്നു. ട്രെയിൻ യാത്ര പേടിയായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സുഖമായി കിടന്നുറങ്ങിയല്ലോ. പേടിയും കുലുക്കവും ഒന്നും തോന്നിയില്ലേടി?
ഇത്രയും മണിക്കൂർ നേരം കഴിഞ്ഞു പോയത് നീ അറിഞ്ഞിട്ടേയില്ല എന്ന് തോന്നുന്നു. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നീ സുഖമായി ഉറങ്ങുകയാണ്. ഇനിയും 2 മണിക്കൂർ കൂടി വേണമല്ലോ ചെന്നൈയിലെത്താൻ. അപ്പോൾ പിന്നെ അത്ര സമയം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും ഞാൻ എഴുന്നേറ്റപ്പോൾ നിന്നെ കാണാത്തതുകൊണ്ട് ഒന്ന് പേടിച്ചു കേട്ടോ. രാവിലെ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ പണി ഒപ്പിക്കും. അപ്പോഴേക്കും നല്ല കാപ്പിയുമായി അവിടെ ആള് വന്നു. കിച്ചു 2 കപ്പ് കാപ്പി വാങ്ങി വച്ചതുകൊണ്ട് അവളും അപ്പോഴേക്കും എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്നു. കാപ്പി കുടി കഴിഞ്ഞ് സ്ഥലങ്ങൾ കണ്ടിരുന്നപ്പോഴേക്കും വണ്ടിയിൽ തിരക്ക് കൂടി വന്നു. ലോവർ ബെർത്തിലേക്ക് ഇറങ്ങിയിരുന്നാണ് അവർ കാപ്പി കുടിച്ചത്. വരുന്നവരെല്ലാം അങ്ങോട്ടിരുന്ന് അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു. ചിലർ ചാരിയിരുന്ന് ഉറങ്ങുന്നു. കിച്ചുവിനും അനുവിനും പുതിയ അനുഭവമായിരുന്നല്ലോ അവിടുത്തെ സ്ഥലങ്ങൾ. കേരളത്തിലെ പോലെ കുന്നും മലയും ഒന്നും കാണാനേയില്ല. എവിടെ നോക്കിയാലും നിരപ്പ് തന്നെ, അതും വയലുകൾ. പലതരം കൃഷികൾക്കായി രാവിലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പുതിയ സ്ഥലവും ആളുകളെയും ഒക്കെ നോക്കിയിരുന്നു. എന്ത് രസമാണ് നിരപ്പായ സ്ഥലങ്ങൾ. എത്ര ദൂരേക്ക് വേണമെങ്കിലും കാണാം. ചെറിയ വീടുകളും പലതരം കൃഷികളും കാണാം. അപ്പോഴേക്കും വണ്ടി ബേസിൻ ബ്രിഡ്ജിൽ എത്തിക്കഴിഞ്ഞു. ആൾക്കാരെല്ലാം എഴുന്നേറ്റ് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. മിക്കവരും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവരും എഴുന്നേറ്റ് എല്ലാവരോടും ഒപ്പം തയ്യാറായി. എന്നാൽ മുന്നോട്ട് നടക്കാനൊന്നും പോയില്ല. കൂട്ടാൻ വരുന്ന സിസ്റ്റർ S8 നോക്കി വരും. അത് നിൽക്കുന്നിടത്ത് ഇറങ്ങാം. കിച്ചു യാത്ര പുറപ്പെട്ടതിൻ്റെ തലേ ദിവസം വികാരി അച്ഛൻ അവന് ഒരു ഫോൺ കൊടുത്തിരുന്നു. അച്ഛൻ്റെ പഴയ ഫോണാണ്. തൽക്കാലത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. അച്ഛൻ്റെ പേരിൽ പുതിയതായി എടുത്ത സിമ്മാണ് അതിൽ കിടക്കുന്നത്. അത് ഉപയോഗിക്കുന്ന രീതി അവന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അവൻ്റെ നമ്പർ ആകെ കൊടുത്തത് ചെന്നൈയിലെ കോൺവെൻറ്റിലേക്ക് മാത്രമാണ്. മറ്റ് ആർക്കും അറിയില്ലാത്തതുകൊണ്ട് ആരും അവനെ വിളിച്ചതുമില്ല, അവൻ എടുത്തിട്ടുമില്ല. വേറെ ആരുടെയും നമ്പർ ആ ഫോണിൽ അവൻ സേവ് ചെയ്തിട്ടുമില്ല. വണ്ടി ബേസിൻ ബ്രിഡ്ജിൽ പിടിച്ചിട്ട് അല്പം കഴിഞ്ഞപ്പോഴേക്കും കിച്ചുവിൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ അറ്റൻഡ് ചെയ്ത് നോക്കി. ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതാണ്. ആരാണെന്ന് മനസ്സിലായില്ല. പറഞ്ഞു വന്നപ്പോൾ കാര്യം പിടികിട്ടി. അവരെ കാത്തിരിക്കുന്ന സിസ്റ്ററാണ്. സിസ്റ്റർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. പ്ലാറ്റ്ഫോം അലോട്ട് ചെയ്തു. ആ പ്ലാറ്റ്ഫോമിൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. സമാധാനമായി ഇറങ്ങിയാൽ മതി എന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. കൃത്യം വണ്ടി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാം എന്നാണ് പറഞ്ഞത്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ 8-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി നീങ്ങി തുടങ്ങി. വണ്ടി വേഗത കുറഞ്ഞപ്പോഴേക്കും തന്നെ ആളുകൾ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുന്നത് കണ്ടു. എന്തിനാണെന്ന് പിടികിട്ടാത്തതുകൊണ്ട് ഇവർ അവരെ അനുഗമിച്ചില്ല. വണ്ടി നിന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സിസ്റ്ററെ കണ്ടു. സുന്ദരിയായ ഒരു കൊച്ചു സിസ്റ്റർ. വേഷം കൊണ്ട് തന്നെ ആളെ മനസ്സിലായി. അതുകൊണ്ട് ഇവരും ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. കിച്ചുവും അനുവുമാണല്ലോ അല്ലേ? ഞാൻ സിസ്റ്റർ മാർഗരറ്റ്. വീട് കേരളത്തിൽ പാലക്കാടാണ്. നിങ്ങളെ റിസീവ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞത് ഞാനാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ കാലമായി. അതുകൊണ്ട് തന്നെ തമിഴ് നന്നായി അറിയാം, മലയാളവും അറിയാം. അനു സിസ്റ്ററിൻ്റെ ഒപ്പം നടന്നു. കിച്ചു അവരുടെ പിന്നിലും. അനുവിനാകെ അതിശയമായിരുന്നു. എന്തു വലിയ റെയിൽവേ സ്റ്റേഷൻ! ആലുവ സ്റ്റേഷനുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. അത്രയും വിശാലമായ സ്റ്റേഷൻ. എന്തുമാത്രം ആളുകളാണോ തങ്ങൾ വന്ന വണ്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങി മുന്നോട്ട് നടക്കുന്നത്. വന്ന വണ്ടിയിൽ ഇത്രയും പേരെ കണ്ടില്ലല്ലോ. അവർ പുറത്തേക്കിറങ്ങി. ചെന്നൈ നഗരത്തിൻ്റെ തിരക്കിലൂടെ തന്നെ അല്പം മുൻപോട്ട് നടന്നു. അപ്പോഴേക്കും സിസ്റ്റർ വന്ന വാഹനം തന്നെ അവരുടെ അടുത്തേക്ക് ഹോൺ അടിച്ചുകൊണ്ട് വന്നു. അതിൽ കയറി വളരെയധികം സമയം കഴിയും മുമ്പ് തന്നെ കോൺവെൻറ്റിലെത്തി. കിച്ചു അതേ വണ്ടിയിൽ തന്നെ അടുത്ത പള്ളിയിലേക്ക് പോയി. 9:30 കഴിയുമ്പോഴേക്കും കോൺവെൻറ്റിൻ്റെ വണ്ടി തന്നെ പള്ളിക്കലേക്ക് വരുമെന്നാണ് സിസ്റ്റർ പറഞ്ഞത്.
ആ വഴി ജോയിൻ ചെയ്യാൻ പോകാം. കുറച്ചു ദിവസം കിച്ചുവിന് അവിടുത്തെ പള്ളിയിൽ അച്ഛൻ്റെ ഒപ്പം തങ്ങാം. അവന് എവിടെയെങ്കിലും താമസ സൗകര്യം കിട്ടുമ്പോഴേക്കും അവിടെ നിന്നും മാറിയാൽ മതി. അനുവിന് അവിടെയും കോൺവെൻറ്റിൽ തന്നെ താമസവും ഭക്ഷണവുമെല്ലാം. അങ്ങനെ കാര്യങ്ങളെല്ലാം തീരുമാനമായി. അവർക്ക് രണ്ടുപേർക്കും പുതിയതായി ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ ചെറിയ നെഞ്ചിടിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഭാഷ അറിയാവുന്നവർ ഉണ്ടാകുമോ ആവോ. മറ്റു ഭാഷകളിൽ ഇംഗ്ലീഷ് മാത്രമേ കുറേശ്ശെ അറിയാമായിരുന്നുള്ളൂ. മേലുദ്യോഗസ്ഥന്മാരും സഹപ്രവർത്തകരുമൊക്കെ എങ്ങനെയായിരിക്കും? തൃപ്തികരമായി ജോലി ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, എല്ലാം ദൈവത്തിൽ വിശ്വസിച്ച് സമർപ്പിച്ചങ്ങ് പോവുക, ജോയിൻ ചെയ്യുക. നമുക്ക് വേണ്ടിയല്ല ജോലി ചെയ്യേണ്ടത്, ദൈവമഹത്വത്തിനു വേണ്ടി ജോലി ചെയ്യുക. അപ്പോൾ എല്ലാം നമുക്ക് അനുകൂലമായി വരും. പറഞ്ഞ സമയത്ത് തന്നെ വണ്ടി വന്നു. പുതിയ ചുരിദാറും ടോപ്പും ധരിച്ച് കൂടുതൽ സുന്ദരിയായി അനുവും സുന്ദരനായി പുത്തൻ വേഷത്തിൽ കിച്ചുവും പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങി ജോയിൻ ചെയ്യാൻ പുറപ്പെട്ടു. അവരെ അനുഗ്രഹിക്കുമ്പോൾ പോലും ഒരു പ്രത്യേക സന്തോഷം അച്ഛന് തോന്നി. നവവധൂവരന്മാരെ പോലെ ഉണ്ടല്ലോ രണ്ടുപേരെയും കണ്ടാൽ, എന്തൊരു ചേർച്ച! മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവർ പോകുന്നതും നോക്കി അച്ഛൻ അങ്ങനെ നിന്നു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും നോവൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യട്ടെന്നേ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ച കഴിഞ്ഞ് 2:30 തന്നെ. ഓക്കേ.